ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ലാസ്റ്റ് വീക്ക് ഞങ്ങൾ നാട്ടിലൊന്ന് വന്നിരുന്നേ, നമ്മുടെ സ്വന്തം തൃശ്ശൂർ. എന്തിനാണെന്ന് ചോദിച്ചാൽ അതെ ഗൈസ്, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കണ്ടത് തന്നെ. അപ്പുവിൻ്റെ അച്ചാച്ചൻ്റെയും അമ്മാമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിരുന്നു ഞങ്ങളുടെ മെയിൻ പ്ലാൻ. അതും ഈ ടൈം ഒരു സർപ്രൈസ് വിസിറ്റ് ആയിക്കോട്ടെ എന്നങ്ങ് വിചാരിച്ചു. വരുന്നതിൻ്റെ ഒരു ക്ലൂ പോലും കൊടുക്കാതെ അതിവിദഗ്ധമായ പ്ലാനിങ് ആയിരുന്നു ഗൈസ്. അപ്പോൾ പ്ലാൻ നമ്പർ 1, അച്ചാച്ചൻ്റെ കടയിൽ പോയിട്ട് സർപ്രൈസ് വിസിറ്റ് കൊടുക്കലാണ്. ഞങ്ങളെ കണ്ടതും അച്ചാച്ചനൊരു മിക്സ്ഡ് റിയാക്ഷനാണ് തന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്തു പറ്റി, പെട്ടെന്ന് എന്താ ഇപ്പോൾ പോരാൻ തോന്നിയതൊക്കെ. ആരായാലും ഒന്ന് പേടിച്ചു പോവുമല്ലോ. പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അച്ചാച്ച ഹാപ്പി. ഞങ്ങൾ കുറെ മുന്നേ പ്ലാൻ ചെയ്താണത്. നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിരുന്നു. ബാക്കി എല്ലാവർക്കും അറിയായിരുന്നു, അമ്മയ്ക്കും അച്ഛനും മാത്രം അറിയുന്നുണ്ടായില്ല. അപ്പോൾ പ്ലാൻ നമ്പർ 2, അമ്മാമ്മയെ ഞെട്ടിക്കൽ. ഞങ്ങൾ വന്നപ്പോൾ അമ്മാമ്മ വീട്ടിലുണ്ടായിരുന്നില്ല, സ്കൂളിൽ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളവിടെ ഒളിച്ചിരുന്നിട്ട് അമ്മാമ്മ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയതോ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഗൈസ്. ഒരു ഒന്നൊന്നര ഞെട്ടലായിരുന്നു അത്. കുറച്ച് നേരത്തേക്ക് എന്താ നടക്കുകയെന്ന് അറിയാതെ നിൽക്കുമായിരുന്നു അമ്മാമ്മ. വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് ഗ്രാൻഡായി പോയോ എന്നൊരു സംശയം. അത്രയ്ക്കൊന്നും ഇല്ല ഗൈസ്. അച്ചാച്ചനെ അമ്മാമ്മയോ ഒന്ന് സർപ്രൈസ് ആക്കിയിട്ട് അവരുടെ കൂടെ ഫുൾ ഡേ അങ്ങ് സ്പെൻഡ് ചെയ്ത് അവരെ അങ്ങ് ഹാപ്പി ആക്കുക. മോർണിംഗ് ബീച്ചിൽ പോയിട്ടായിരുന്നു സെലിബ്രേഷൻ്റെ തുടക്കം. സൺറൈസ് കാണാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും നടന്നില്ല ഗൈസ്. തലേന്ന് രാത്രി അമരം മൂവിക്ക് പോയി വന്നിട്ട് ഉറങ്ങാൻ ലേറ്റായി. അപ്പോൾ ഓഫ് കോഴ്സ് എഴുന്നേൽക്കാനും ലേറ്റ് ആവണമല്ലോ. എന്നാലും അപ്പു അമ്മാമ്മയെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ബീച്ചിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് വീട്ടിലോട്ട് റിട്ടേൺ അടിച്ചു. അപ്പോൾ ഗൈസ്, ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങാൻ പോകുന്നത്. ഈവനിങ് ഒരു 4 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എവിടേക്കാണ് പോകുന്നതെന്നോ എന്താണ് നെക്സ്റ്റ് പ്ലാൻ എന്നോ ഒരു ഐഡിയ ഇല്ലാതെയാണ് അച്ചാച്ചനും അമ്മാമ്മയും കൂടെ വരുന്നത്. ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ് പ്ലാൻ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ എവിടെ വെച്ച് കട്ട് ചെയ്യുമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഫസ്റ്റ് ഔട്ട്ഡോർ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ പോക്കിൽ ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ വിസിറ്റ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ കേക്ക് കട്ടിങ് അവിടെ ആക്കാമെന്ന് തീരുമാനമായി. അപ്പോൾ അച്ചാച്ചനും അമ്മാമ്മയും കുറച്ചുകൂടെ ഹാപ്പി ആവുമല്ലോ.
നെക്സ്റ്റ് പ്ലാൻ ആയിരുന്നു ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ അച്ചാച്ചനും അമ്മമ്മയും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറേ ഇല്ല ഗൈസ്. ഈവൺ ഒരു ട്രിപ്പ് പോകുമ്പോൾ കൂടെ ഫുഡെല്ലാം പാക്ക് ചെയ്ത് സെറ്റായി പോകലാണ് പതിവ്. അത് അവർക്കൊരു ശീലമായതാണ്. എന്നാൽ പിന്നെ ഇന്ന് ആ ശീലം അങ്ങ് തെറ്റിക്കാമെന്ന് ഞങ്ങളും വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ പോയത് തൃശ്ശൂരിലുള്ള തോംസൺസ് കേസോലോട്ടാണ്. റെസ്റ്റോറൻറ്റിൽ ആംബിയൻസ് എല്ലാം നല്ലതായിരുന്നു ഗൈസ്. ഒരു കാര്യം വല്ലാതെ സ്ട്രേഞ്ചായി തോന്നിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരുടെ റഷ് കാരനായിരിക്കും റെസ്റ്റോറൻറ്റ് ഉള്ളിലോട്ട് കിടക്കാൻ സ്പെഷ്യൽ പെർമിഷൻ വേണമായിരുന്നു. നമ്മൾ ഈ ഹോസ്പിറ്റലിലെല്ലാം ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുന്ന പോലൊരു ഫീലായിരുന്നു. ഫൈനലി ഒരു ടേബിൾ കിട്ടി, ഞങ്ങൾ സെറ്റായി ഗൈസ്. നവി മാമനോ അപ്പയും കൂടെ എന്തൊക്കെയോ ഓർഡർ ചെയ്തു, ഞങ്ങൾ എന്തൊക്കെയോ കഴിച്ചു. എല്ലാം വെറൈറ്റി ടേസ്റ്റി ഐറ്റംസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോസിനിപ്പോൾ കുറച്ച് നാളായിട്ട് ഫ്രൈഡ് ഐറ്റംസിനോടെല്ലാം ഒരു വല്ലാത്ത എന്താ പറയുക, ഒരു വല്ലാത്ത ക്രഷാണ് ഗൈസ്. എസ്പെഷ്യലി ചിക്കൻ ഐറ്റംസ്. കൂടെ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ മയണൈസ് ഉണ്ടെങ്കിൽ പറയേ വേണ്ട, ആശാന് കുശാലായി. ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം ടേബിളിൽ വന്നുകൊണ്ടിരുന്നു. അതിൽ ഉരുളി ചിക്കൻ എന്ന ഐറ്റം കിഡുവായിരുന്നു ഗൈസ്. എല്ലാവരും നന്നായി തന്നെ ഫുഡ് കഴിച്ചു. മോന്റെ പേരെന്താ? അർജുൻ. പേര് അർജുൻ എന്നാണെങ്കിലും തീറ്റ ഭീമൻ കേട്ടോ. അപ്പോൾ ഫുഡ് കഴിപ്പെല്ലാം കഴിഞ്ഞപ്പോൾ എന്തൊരു വലിയ കാര്യം ചെയ്തെടുത്ത ഫീലായിരുന്നു. സെലിബ്രേഷൻ ചെറുതായിരുന്നെങ്കിൽ ഇതിനു വേണ്ടിയുള്ള സർപ്രൈസ് പ്ലാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ. ഇതൊരു വല്ലാത്ത ഹാപ്പി മൊമെൻ്റാണ് ഗൈസ്. മെജോറിറ്റി മിഡിൽ ക്ലാസ് ഫാമിലീസിലും പാരൻസ് മക്കൾക്ക് വേണ്ടിയായിരിക്കും ലൈഫിൻ്റെ നല്ലൊരു പാട്ട് ചെലവഴിച്ചിട്ടുണ്ടായിരിക്കുക. അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം തീർത്ത് വരുമ്പോഴേക്കും അവരുടെ ലൈഫ് നെക്സ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ആ സ്റ്റേജിൽ നമ്മുടെ ഇൻട്രസ്റ്റുകളും ടേസ്റ്റുകളും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഗൈസ്, ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഓരോ മൊമെൻറ്റ്സും മിസ് ചെയ്യാതെ സെലിബ്രേറ്റ് ചെയ്യണം. കാരണം അതൊക്കെ എത്ര വിചാരിച്ചാലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. കുറേ ഓടിയിട്ട് ഫിനിഷിംഗ് പോയിന്റിൽ ഞാൻ എന്തിനാ ഇത്രയും ഓടിയെന്ന് അറിയാതെ നിൽക്കേണ്ട അവസ്ഥ നമുക്ക് വേണ്ട. അപ്പോൾ ഗൈസ്, അച്ചാച്ചനും അമ്മമ്മയും ഫുൾ ഹാപ്പിയാണ്. നിങ്ങളുടെ പാരൻസിൻ്റെയും സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഇതുപോലെ നിങ്ങളെ കൊണ്ടാവുന്ന ഇത് സെലിബ്രേറ്റ് ചെയ്യണം ഗൈസ്. ലൈഫ് ഈസ് ഫോർ സെലിബ്രേഷൻ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഒരു മോട്ടോ. അപ്പോൾ ഈ വർഷത്തെ അച്ചാച്ചൻ്റെയും അമ്മാമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഫോട്ടോ സെഷനിലൂടെ അവസാനിപ്പിക്കുകയാണ്. എപ്പോഴും കുറേ നല്ല മൊമെൻറ്റ്സിൻ്റെ കുറേ നല്ല ഫോട്ടോസ് എടുത്താൽ നമുക്ക് കുറേ നല്ല മെമ്മറീസ് കിട്ടും. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പോൾ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒരു അടുത്ത കിടിലൻ എപ്പിസോഡിൽ കാണാം കേട്ടോ. ഇന്നത്തേക്ക് വിടാം. നന്ദി, നമസ്കാരം, ബൈ.